welcome to a beautiful episode of Comedy Masala. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ നമ്മൾ ആദ്യം തന്നെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ അതിഥികളായി എത്തിയിട്ടുള്ള രണ്ട് താരങ്ങളെ കൂടി ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉല്ലാസ് പന്തളം ആൻഡ് നെൽസൺ ഷൂറനാട്. യെസ്, അപ്പോ രണ്ടുപേരും എത്തിച്ചേർന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ പൊളിക്കല്ലേ? പിന്നെ പൊളിക്കും. എന്നാ പിന്നെ സീറ്റിലേക്ക് സ്വാഗതം. സ്കിറ്റുമായിട്ട് ഇനി വേദിയിലേക്ക് എത്താൻ പോകുന്ന ടീമാണ് ടീം റോക്ക് സ്റ്റാർസ്. ഇവര് ഇന്നലെയും ഗാനമേളയ്ക്ക് പോയെന്നാ തോന്നുന്നത്. ഭയങ്കര ഉറക്കമാണല്ലോ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നൊരു ഗാനമേള നടത്തുന്ന ടീമാ. രാജൻ സാറേ പ്രിയമുള്ളവരെ, ഗാനമേള ഉടനെ ആരംഭിക്കുന്നതാണ്. പുള്ളിക്കാരൻ ഇപ്പോഴും സ്റ്റേജിൽ തന്നെ ഓർക്കില്ല. വത്സമ്മ സാറേ ഇവര് ഗാനമേളക്ക് തന്നെയാണോ പോണത്? എന്താണെന്നറിയാൻ മേല. എന്തായാലും ഈ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ തുറന്നിട്ടിരുന്ന പോലെ കള്ളന്മാർ കയറി കഴിഞ്ഞാൽ അറിയോ? സാറേ പോണെങ്കിൽ പോ. അതല്ലെന്ന് ഫോൺ വന്നേക്കുന്നു. വന്നെങ്കിൽ കയറി ഇരിക്കാൻ പോറാ. ഇത് ഇവിടെ നിൽക്കത്തൊന്നും തോന്നുന്നില്ല. ഒരു 5 മിനിറ്റത്തേക്ക് ഞാനാകെ ഇവിടുത്തെ SI. എന്താ കുഴപ്പം? ഹലോ, അതെ പോലീസ് സ്റ്റേഷനാണ്. SI സ്പീക്കിംഗ്. അമ്മ ആരാ? എൻ്റെ പൊന്ന്, ഇവർക്ക് ഇന്നലെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെ പരിപാടി എന്ന് തോന്നുന്നത്. അതുമാതിരി തെറിയാണ് കേൾക്കണം. അയ്യോ, കാത് പൊട്ടിച്ചിട്ട് പോയിട്ട് ചേട്ടാ, ഇത് ഇവരെ എഴുന്നേപ്പിക്കാൻ തന്നെ ഈ പതിവ് ഐഡിയ തന്നെ. രണ്ടുപേരും ചായ കുടിച്ചിട്ട് ക്ലാസ് കൃത്യമായിട്ട് അവിടെ എത്തിച്ചേക്കാം. അപ്പൊ ഞാൻ പൊക്കോട്ടെ. ചായ കാപ്പി. സാറേ, ഈ രായപ്പം കറക്റ്റ് സമയത്ത് വന്ന കാരണം നമ്മുടെ ചായ കുടി നടക്കും, രാവിലത്തെ പരേഡ് നടക്കും, എക്സസൈസും നടക്കും. ശരിയാണ് സാറേ, ശരിയാണ് സാറേ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എന്താണാവോ? ഇന്നലെ ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് പോയല്ലോ, ബസ്സിലല്ലേ പോയത്. ഞാൻ ഇന്നലെ ബസ്സിൽ പോയിരുന്നപ്പോഴേ എന്റെ സീറ്റിന്റെ ബാക്കിൽ ഒരുത്തം വന്നിരുന്നിട്ടെ പതീനെ കാലുകൊണ്ട് എന്നിങ്ങനെ മസാജ് തലോടണവൻ. എന്റെ ദൈവം, ഒന്നുമില്ലെങ്കിൽ മേഡം ഒരു സ്ത്രീയല്ലേ, ഇതൊക്കെ പ്രതികരിക്കണ്ടേ? ഞാൻ പ്രതികരിച്ചു സാറേ, നല്ല രീതിയിൽ ഞാൻ പ്രതികരിച്ചു. അവന്റെ സ്റ്റോപ്പിൽ ഇറങ്ങണ വരെ ഞാൻ അവന്റെ കാലിട്ട് ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു. മേഡം ഇങ്ങോട്ട് വന്നേ. ഇതിന് പ്രതികരണം എന്നല്ല പറയുന്നത്, സഹകരണം എന്നാണ് പറയുന്നത്. അതൊക്കെ പോട്ടെ സാറേ, നമ്മുടെ ഇന്നലത്തെ പ്രോഗ്രാമിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? തോൽവി, കട്ട തോൽവി. പറയാനുണ്ടാ സാറേ, എന്തിനു കൊള്ളായിരുന്നു ഇന്നലത്തെ പരിപാടി. നമ്മുടെ SI സാറിനെ കൊണ്ട് വല്ലതും നടക്കുക. പുള്ളി പണ്ടെങ്ങാണ്ടൊരു നാടൻ പാട്ടുകാരനാ. നമ്മളോട് ഏത് പാട്ട് പാടിയാലും അവസാനം കൊണ്ട് നാടൻ പാട്ടിലാണ് നിർത്തുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ട് മര്യാദക്ക് പാടാൻ അറിയാവോ? ഒന്നും പറയണ്ട, കമ്മിറ്റിക്കാർ കൂമ്പിനടിക്കാൻ ഭാഗ്യം. ഞാൻ എന്താ ഒരു കാര്യം തീരുമാനിച്ചു. എന്താ സാറേ? ഞാൻ പരിപാടിക്കൊക്കെ വരും, പക്ഷെ ഒരു പൊതി ചോറുമായിട്ട് ഞാൻ ഇനി പരിപാടിക്ക് വരും. എന്താ സാറേ? എന്തായാലും പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടാറില്ല. പരിപാടി കഴിഞ്ഞ ഓർഡർ കൂട്ടത്തിൽ ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ നിന്ന് ചോറ് കഴിക്കാൻ എനിക്ക് ഷുഗറിന്റെ അസുഖമുള്ളതാ. അത് ശരിയാണ്. വെറുതെ അല്ലല്ലേ കമ്മിറ്റിക്കാര് നമുക്ക് ഒരു പരിപാടിക്കും ഭക്ഷണം തരാത്തത്. ഈ പുള്ളിയൊക്കെ ആരാണ് മേഡം സത്യം പറഞ്ഞ പോലീസാക്കിയത്? ഈ പുള്ളിയുടെ അച്ഛൻ മരിച്ച വേക്കൻസി കേറിയതല്ലേ ഈ പുള്ളി. ആണാ? താമസിക്കാണ്ടപ്പോ പുള്ളിയുടെ മകനും SI ആകാൻ സാധ്യതയുണ്ട്. ഈ പോക്ക് പോയ നാട്ടുകാർ തല്ലി കൊല്ലത്തില്ലേ പുള്ളിയുടെ? വത്സല മേഡം, എന്താ സാറേ? ചുണ്ടൻ വെള്ളം കടിച്ചു പിടിച്ചോണ്ട് ചുണ്ടലേലി വരുന്നുണ്ട്. ആരാ സാറേ? നമ്മുടെ SI സാർ വന്നുണ്ടെന്ന്. എന്താണോ ഇത്? സല്യൂട്ട് അടിച്ചതാ. സല്യൂട്ട് അടിക്കുമ്പോ ഇത്തിരി ഡൈല്യൂട്ട് ചെയ്ത് അടിക്ക്. ഇത്രക്ക് കട്ടിയിൽ അടിക്കണ്ട. മനുഷ്യന്റെ ഉള്ള ജീവൻ കളഞ്ഞു പോയല്ലോ ദൈവമേ. എന്താ ഇത്? ശ്രീകൃഷ്ണൻ മയിൽപ്പീലിയും വെച്ചിരിക്കണ. 10-16 വർഷമായില്ലേ സർവീസിൽ? ഇത്രയും നാളായിട്ട് സല്യൂട്ട് അടിക്കാൻ പഠിച്ചില്ലേ? ഇതെന്താണ് ഈ ഹരിമുരളി ഇങ്ങനെ തബല വായിച്ചതാ. ബാക്കിയുടെ വിരലാ പോയത്. അത് കാരണം ഞാൻ ഈ കുറി ക്ഷമിച്ച്. പക്ഷെ നാളെ തുടങ്ങി മര്യാദക്ക് സല്യൂട്ട് അടിച്ചോളാം. PC ഗാനമേള ഇന്നലെ കഴിഞ്ഞതല്ലേ, എന്നിട്ട് മടിയിന്ന് കട കൊടുത്ത് മാറ്റാറായില്ലേ? അയ്യോ, ഇത് കടവല്ല, എന്റെ കൊടവയറാ. രണ്ടും കടോ? നമ്മുടെ യൂണിഫോമിൽ ഒരു മാന്യതയുണ്ട്. അത് ധരിക്കുമ്പോഴും ആ ഒരു മാന്യത വേണം. ആ ബട്ടൺ ചെറുന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല. സോറി സാർ. സാറ് പണ്ട് സിബിട്ടിട്ടില്ല കേട്ടോ.
ഇടാൻ മറക്കണതല്ല, മടിച്ചതാ. ഇതാ അപ്പൊ സാറേ, സാറിന്റെ ഈ തോളത്ത് കാണുന്ന ഈ നക്ഷത്രം ഇല്ല, അതെന്താണ് സംഭവം? എനിക്ക് ഇത്ര നാളായിട്ട് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. പിന്നെ തോളത്തല്ലാണ്ട് കയ്യുമേം കാലുമേം കെട്ടിടാൻ ഇത് ക്രിസ്മസ് ട്രീ അല്ല. അതാണ് അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ എടുക്കുന്ന ജോലി ഉണ്ടല്ലോ, കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റാർ ആണിത്. പിന്നെ ഇപ്പൊ തന്നെ 4 സ്റ്റാറില്ലേ, ഈ സ്റ്റേഷനിൽ നമ്മൾ കൃത്യനിഷ്ഠതയോട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5 സ്റ്റാർ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നാട്ടിലെ നമ്മള് നല്ല നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ താരവും, എന്റെ നാട്ടിലെ താരം ഞാനല്ലേ. ചുമ്മാ നല്ല ചെക്കന്മാര് പറഞ്ഞു നടക്കുന്നത് അടുത്ത ന്യൂ ഇയറിന് സാറിനെ നിർത്തി കത്തിക്കും. സാറേ, സാറിനെ പറ്റി ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. നല്ല അഭിപ്രായമായിരിക്കും. നല്ല അഭിപ്രായം അല്ല, മോശം അഭിപ്രായം. എന്റെ സാറൊന്ന് പറഞ്ഞ മനസ്സിലാക്കുക. സാർ നമ്മുടെ ജീപ്പിൽ പോകുമ്പോ ഈ 2 കാലും എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് കാലുമേ കാലും കയറ്റിയിരുന്നാണ് പോണത്. അയ്യോ ഇങ്ങനെ? അങ്ങനെ എന്താണ് സാറ് പോണത്? നാട്ടുകാർ അന്യായ ജാടയാണെന്നാണ്. അയ്യോ അത് ജാട കൊണ്ടൊന്നുമല്ല. പിന്നെ എന്റെ മാഡം, നമ്മുടെ സർക്കാർ തന്നെ ജീപ്പല്ലേ, ഇതിന്റെ വീരൂരി പോണത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഇറങ്ങി ചാടി ഓടണ്ടേ, അതിനുള്ള തയ്യാറെടുപ്പാ. അല്ലാണ്ട് ജാടയല്ല, പാവമാടാ. പാവാടയോ? പാവാടല്ല, ഞാനൊരു പാവാണെന്ന് പറഞ്ഞതാ. പിന്നെ ഇന്നലെ ഞാനും മത്സമാമയുടെ കൂടി പാടിയ കോലക്കുഴൽ വിളി കേട്ടോ എന്ന ഗാനം എങ്ങനെ ഉണ്ടായിരുന്നു? സാറിന് ഇരുത്തി പറയാണെന്ന് കരുതരുത്. എന്നാ ഞാൻ നിന്നിട്ട് പറഞ്ഞാൽ മതി. കൊള്ളായിരുന്നു. സാർ കുറച്ചും പറഞ്ഞ കൊള്ളൂലായിരുന്നല്ലേ? അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, കൊള്ളാമായിരുന്നല്ലോ. കൊള്ളാമായിരുന്നല്ലോ. പിന്നെ സാറിന് മറ്റേ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏത് പെർഫോമൻസ്? സാർ മറ്റേ പാട്ട് പെർഫോമൻസ് ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ വാരിക്കോടി പെർഫോം ചെയ്യണായിരുന്നു. ഏത് പെർഫോമൻസ് ആണെന്ന് ഒരു പിടുത്തൂല്ല. സാർ പാടുന്ന കൂട്ടത്തിൽ ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ഓഡിയൻസ് ഒരുത്തരം കൊണ്ട് പാട്ട് പാടിച്ചില്ല, അതിന്റെ ടെക്നിക്ക് എന്താണ് സാർ? അയ്യോ, അതിന് ടെക്നിക്ക് ഒന്നുമില്ല. അത് ഒരുമാതിരിപ്പെട്ട ഗാനമേളക്കാരൊക്കെ ചെയ്യണതാ. അത് ഈ സടക്ക് മേലെ സൊടുക്ക് പാടിയപ്പോഴേ ഇടക്കൊരു ഉടക്ക് വന്ന് വരി മറന്നുപോയി. എത്തോട്ട് പോരണ്ടേ, ആരെങ്കിലും ഉണ്ടാവൂലോ പാടാനത്. അപ്പൊ അന്ന് വെറുതെ അവരെ കൊണ്ട് പാടിച്ചതാ. ഒരുത്തം നല്ല കിടുക്കനായിട്ട് പാടി. അവരുടെ നമ്പർ മേടിക്കാൻ പാടില്ലായിരുന്നു. എന്തിന് നമ്പർ? അടുത്ത പരിപാടിക്ക് നമുക്ക് ഓഡിയൻസായിട്ട് അവനെ കൊണ്ട് പാടിക്കായിരുന്നല്ല. എന്തിനു വല്ലവരെയും പിടിച്ചിരുത്തുന്നത്? PC പാടൂലേ, എന്നാ പിന്നെ PC-നെ നിർത്തിയാ പോരെ. പിന്നെ അങ്ങനെയാണ് ഞാൻ പുതിയൊരു പാട്ട് സെറ്റ് ചെയ്താറുണ്ട്. ഏത് പാട്ടാണ് സാർ? കാച്ചിക്കുറുക്കിയ മോഹത്തിൻ പാലി, മോഹത്തിൻ കാച്ചി കാച്ചി. കുഴപ്പമൊന്നും ഞാൻ ആ പാട്ടേ മാറ്റി. സാറേ, നമ്മുടെ ലിസ്റ്റേ മാറ്റണം ആദ്യം. ലിസ്റ്റ് മാറ്റിയല്ലോ. മാറ്റിയാ? പിന്നെ ലിസ്റ്റ് ഞാൻ എപ്പോഴാ മാറ്റി. പിന്നെ ഇപ്പൊ എങ്ങനെയാണ് ഇനി പുതിയ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്റെ ഭക്തിഗാനം, അത് കഴിഞ്ഞാൽ ചെയിൻ സോങ്. രണ്ടാമത്തെ പാട്ട് ഇടി കിട്ടും അല്ലേ? ആണോ? എന്റെ പൊന്ന് സാറേ, അങ്ങനെ ലിസ്റ്റ് മാറ്റണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ പഴയ പാട്ടൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ന്യൂ ജനറേഷൻ പാട്ടാക്കണം. അടിപൊളി പാട്ട്. അത് പിന്നെ ഞാൻ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പ് അറിയണ ഒരാളാ. ഈ പാട്ടൊക്കെ ഞാൻ എപ്പോഴാ മാറ്റി. പിന്നെ പുതിയ പാട്ട് പിടിച്ചാക്കിയല്ലേ. പിന്നെ ഞാൻ വരാനായിട്ട് താമസിച്ചത് എന്താണെന്ന് അറിയാം. കമ്മറ്റിക്കാര് കൂട്ടിയിട്ടിരിക്കുന്നു അല്ലേ? ഞാൻ നാള് ഇന്നത്തെ കാര്യം പറഞ്ഞത്. എന്താണ്? ഞാൻ മറ്റേ സാധനം ചെയ്യായിരുന്നു. അല്ല, ഒരു പാട്ടിന്റെ സാധകം ചെയ്തോണ്ടിരിക്കുക. പുതിയ പാട്ട്. ഏത് പാട്ടാണ്? മമ്മൂട്ടിയുടെ പടത്തില മീശവാദവന്റെ അകത്തെ. അത് ക്യാപ്റ്റൻ രാജുവിന്റെ അല്ലേ? അതല്ല, നമ്മുടെ മമ്മൂട്ടി കുതിരക്കൊക്കെ പോകണ്ട പൊന്നാവരം കോട്ട. പൊന്നാര മോനെ, അതല്ല. പഴശ്ശിരാജ. ഏത് പാട്ടാ സാറേ? ആദ്യ പൂത്തത് എവിടെ? ആദ്യ ദിവസത്തെ പൂത്തത് എവിടെ? ആ പാട്ട് സാറ് പാടാൻ പോണ. പിന്നെ ഞാനല്ലാണ്ട് വേറെ പാടാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അതിനുള്ള ഗട്സ് സാറിന്. അപ്പൊ അതൊരു 2-3 പേര് ഞാൻ പഠിച്ച് പാടി. പിന്നെ ദാസേട്ടനും ശ്രീകുട്ടൻ ചേട്ടനും കൂടി നല്ല കഷ്ടപ്പെട്ട് പാടിയ പാട്ടാണ് ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ട് പാടാൻ പോകുന്നത്. എന്നാന്ന് കേൾക്കാല്ലേ? ആരിവിടെ ചുരങ്ങൾ താണ്ടി ചൂളമടിച്ചു. രാജാ സൂപ്പറാ. ആരിവിടെ തേൻ നുകർന്ന വണ്ടു പൊളിച്ചു. ആനകേറാമലയിൽ അനകളി കണ്ട് താമസിച്ചേ. ആനകേറാമലയിൽ അനകളി കണ്ട് താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും. ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. രയ്യരയ്യം രയ്യരയ്യം രയ്യര രയ്യര രയ്യരയ്യം രയ്യരയ്യം രയ്യരയ്യം. തന്നെ സാറേ കാണിക്കണത്? ചുമ്മാ അല്ല, നമ്മുടെ പരിപാടി 8 നിര ഉജ്ജ്വലമാകുന്നത്. അങ്ങനെ പറ. വല്ല കമ്മറ്റിക്കാരും ആയിരിക്കും, തെറി പറയാൻ വിളിക്കുന്നതായിരിക്കും. എന്തോ ആ ഫോൺ തട്ടില്ലേ സാർ? എന്റെ കൈ ഓർഡർ ഇന്നലെ ഓടിയന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. നാറ്റിക്കണ്ട. സാർ, എനിക്ക് കുറച്ച് എഴുതാനുണ്ട് സാറേ. അയ്യോ, എന്ത് പറഞ്ഞാലും എല്ലാവർക്കും തിരക്കാണില്ല. ഇപ്പൊ ഞാൻ തന്നെ തെറിയാക്കണമല്ല. ഹലോ, അതെ,
അജനമേത്രി പോലീസ് സ്റ്റേഷൻ ആക്ഷൻ ഹീറോ സൂചിപ്പിക്കും തെരുവറിയത്. ഏ ആണോ? എപ്പോ? ഷോ ആ, നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അവരെ പിടിച്ചിരിക്കും. എല്ലാം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കും. ഇത് ആക്ഷൻ ഹീറോ സിജുവിന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഓക്കെ. സാറേ എന്താ എന്താ സാർ സംഭവം എന്താണ്? സാറേ? സംഭവം എന്താണെന്നറിയാമോ? നമ്മൾ ഇന്നലെ പ്രോഗ്രാം നടത്തിയില്ല ഒരു അമ്പലം. നമ്മുടെ പരിപാടി കഴിഞ്ഞപ്പോണ്ടല്ല അമ്പലത്തിലെ വിഗ്രഹം മോഷണം പോയി. എന്താണിത്? സാറേ നമ്മൾ ഇന്നലെ പരിപാടിക്ക് പോയില്ലേ? ആ അമ്പലത്തിലെ വിഗ്രഹം മോഷണം പോയെന്ന്. എടാ മണകുണാങ്ക. ഇത് തന്നെയല്ലേ ഞാനും നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിയാ. ഇല്ല. പിന്നെ ഞാൻ പറയുമ്പോ നിങ്ങൾ കേട്ടണത്തിനാണ്. ഓളത്തിന് ഞെട്ടണ്ട, ഞാൻ പറഞ്ഞോളാം. പിന്നെ നമ്മൾ ഇതിലെ പ്രോഗ്രാം നടത്തി അമ്പലമില്ലേ, ആ പരിപാടി കഴിഞ്ഞപ്പോ അവിടുത്തെ ദേവിയുടെ വിഗ്രഹം മോഷണം പോയതാ. അയ്യേ. അയ്യേന്നോ? അയ്യോ. അയ്യോന്നോ? അപ്പൊ ഞാൻ അതും കണ്ടുപിടിക്കണം. ശ്ശെ. സാറേ സാറേ എനിക്കൊരു സംശയമുണ്ട്. ആരെയാണ് സംശയം? അവനെ ഞാൻ പൊക്കും. ഇവിടെ കൊണ്ടിട്ട് ഇട്ടിക്ക് ഞാൻ അവനെ. ആരെയല്ല, അതായത് സാർ നല്ല ഗാനമേളയ്ക്ക് ഹരിമുരളീരവൻ പാടിയില്ലേ, ആ പാട്ട് കേട്ടിട്ടായിരിക്കും അമ്പലത്തിലെ ദേവി ഇറങ്ങി പോകുന്നത്. ഇതൊരു മാതിരി മെന്നെ കെട്ട തമാശയായി പോയല്ല. പോയി സ്റ്റാർ പോയി. സാറേ ആ ജനലങ്ങ് തുറന്നു കേട്ടോ സാറേ, അതങ്ങ് പൊക്കോളൂല്ലോ. എന്റെ പൊന്ന് സാറേ, സാറേ എനിക്കൊരു സംശയമുണ്ട്. അവനെ പോലുള്ള സംശയമാണ്. അയ്യേ, ഇല്ല സാറേ, അതുപോലത്തെ ഇതൊന്നും അല്ല. എന്താണ് സാറേ? ഇന്നലെ നമ്മുടെ ഗാനമേള നടക്കണ സമയത്ത് ആ പിരിയും കുഞ്ഞുഞ്ഞ് അതുവഴി കിടക്കണ ഞാൻ കണ്ടായിരുന്നു. ഏത് പിരിയും കുഞ്ഞു? അയ്യോ പിരിയ കുഞ്ഞിനെ അറിയാൻ പാടില്ല. ഇല്ല. എന്റെ സാറേ വേൾഡ് കള്ളനല്ലേ അവൻ. അവൻ ആരെങ്കിലും നോക്കി പിരിയൻ ഇങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ കയറി ആ സമയം അവൻ മോട്ടിക്കും. എന്നാ സംശയമില്ല, ഇത് മോഷ്ടിച്ചത് പിരിയം കുഞ്ഞു. 23.5 മണിക്കൂറിനുള്ളിൽ പിരിയം കുഞ്ഞ് അവിടെ സ്റ്റേഷനിൽ ഹാജരാക്കണം. സാറേ 24 മണിക്കൂറല്ലേ, ബാക്കി അരമണിക്കൂർ ഞാൻ എന്ത് ചെയ്യും? അരമണിക്കൂർ പോണ വഴിക്ക് ചായ കുടിക്കാൻ. ഓക്കെ സാർ, ഓക്കെ. എവിടെ ചെന്നാലും ഒരു സമാധാനം ഇല്ല, കുടുംബത്തിരുന്നാലും ഇല്ല, ജോലിക്ക് വന്നാലും ഇല്ല. സാറേ ഈ കുഞ്ഞിപ്പോ എവിടെ കാണും? ഇവിടെ ഉണ്ടാന്ന് നോക്കിക്കിച്ചല്. ഇല്ല. ഇവിടെ ഉണ്ടാ? ഇവിടെ ഇല്ല. മനസ്സിലായി സാർ, ഞാൻ പിടിച്ചോണ്ട് വരാം സാർ. ദൈവമേ, എല്ലാം പോയി. എവിടെ ചെന്നവനെ തപ്പും ദൈവമേ. നമ്മളിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു കാര്യം. സാറല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, ഞാനല്ലല്ല. എന്നൊരു കാര്യം ചെയ്യും, പത്മമ്മയുടെ 2 റോഡ് നടത്തിട്ടു. ഞാൻ ഇവിടെ കാത്തിരിക്കാം. നടന്നു സാറേ. ഇപ്പൊ ഞാൻ പറഞ്ഞു കറക്റ്റായില്ലേ? നടന്നില്ലേ? പല കാര്യം ഉണ്ടായ ഇതാ പറഞ്ഞ അങ്ങോട്ടും ഇവിടെ നടന്നിട്ട് ഒരു കാര്യമില്ല. സാറേ അവനെ കിട്ടിയെന്നോ? കുഞ്ഞുഞ്ഞേ, ഉള്ള സത്യം നീ തുറന്നു പറഞ്ഞോ ഇപ്പം. സാർ അതെ സത്യം ഇന്നലത്തെ കേസല്ലേ? ഇന്നലത്തെ അത് ഞാനവിടെ മറന്നുപോയി. ഞാൻ വീട്ടിൽ പോയിട്ട് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ആണ്. ഇത്രയും നേരം ഞാൻ ചോദ്യം ചെയ്ത പോലല്ല സാറ്. അല്ല, സാറ് നിന്നെ ഇടിച്ച് കുപ്പിയിലാക്കും. ഞാനവിടെ മായാവിയാ. മായാവിയാണോ കുട്ടൂസനാണെന്നൊക്കെ സാറ് തീരുമാനിച്ചു. അന്യായ ചൂടനാണ് കേട്ടോ പുള്ളി. നിപ്പ് കണ്ടാടാ, പുലിയാണ് പുലി. ഇടിച്ച് നിന്റെ പഞ്ഞിക്കെട്ട് ഇളക്കും. നമ്മൾ പറയണ്ട, സാറ് ചോദിച്ചോളൂ. സാറേ ഞങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നില്ല. ഒന്നും പറയല്ലേ? സാറ് തന്നെ ചോദിക്കൂ. ഞാൻ ചോദിക്കണോ? സാറ് ചോദിക്കും. മറന്നു. ഇങ്ങോട്ട് മാറിക്കടാ. എന്നാ സാറേ? ശൗര്യം കളയല്ലേ. മാറിക്കടാ. എടാ കള്ളന്മാരെ പോലെ താഴ്ത്തു നോക്കാതെ മുഖത്ത് നോക്കടാ. എന്താടാ കാര്യം പറ, എന്താ നീ ചിരിക്കണ? എന്താ എന്നെ പോലെടാ ആ പിള്ളേരുടെ മുഖത്തേക്കൊക്കെ അണ്ണാ കുഞ്ഞ് ചകരി അടിച്ചു പിടിച്ചങ്ങടെ മാതിരി. സാറേ അവൻ പറയാണ് സാറിനെ കാണാനായിട്ട് ഒരു ഭംഗിയില്ല, ഈ പണി തീരാത്ത പ്രതിമ പോലെ സാറിന്റെ മുഖം ഇരിക്കണത്. അവൻ അന്യായ ഗ്ലാമറാണ്, ചത്തൂടെന്നൊക്കെ പറയണത്. ഞാൻ അവൻ ആരാണെന്ന് ഞാൻ കാണിച്ചു.
ഇങ്ങോട്ട് മാറിക്കടാ. എടാ ഇങ്ങോട്ട് മാറിക്കടാ. നീ അവരോട് പറഞ്ഞാടാ എന്നെ കാണാൻ ഭംഗിയില്ലെന്ന്. നിന്നെ കാണാൻ ക്ലവർ എന്ന് പറഞ്ഞാ ഇന്ന് ഞാൻ ഇവരെ കാണിച്ചു കൊടുക്കാം. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞുഞ്ഞെ, എന്നിട്ടെന്തേ നിന്നെ തല്ലാൻ ഇന്ന് വരെ വന്നില്ലാരും. താന്നിരിക്കി താന്നിരിക്കി താന്നിരി 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 സാറ് കുഞ്ഞുഞ്ഞിനെ ഒറ്റയിടിച്ച് കൊന്നേ. എന്താണ് സാറ് കുഞ്ഞുഞ്ഞിനെ ഒറ്റയിടിച്ച് കൊന്നെന്ന്. പോയിക്കോളുന്നു. ഞാനാരും കൊന്നിട്ടില്ല. എന്റെ കാലം മേത്തോട് തൊട്ടിട്ടില്ല. എന്റെ മേടം ഒന്ന് നോക്കിയേ. അയ്യോ ഞാൻ തൊട്ടിട്ടില്ല. ദൈവമേ ജോലി പോയി, സകലതും പോയി. രക്ഷട്ടോ ജീവനുണ്ടാ? തീർന്നു. അയ്യോ കുഞ്ഞുഞ്ഞെ മോനെ ആണോ ഇന്നേക്കടാ പോയി. സാറേ ആചാരവിടി. ആചാരവെടിയാ. ദൈവമേ ജോലി അയ്യോ എന്നെ വെടിവെച്ച് കൊല്ലല്ലേ സാറേ. അയ്യോ എന്നെ വെടിവെച്ച് കൊല്ലല്ലേ. ചത്തിട്ടില്ല. എടാ കുഞ്ഞുഞ്ഞെ നീ ഇങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ല. പേടിച്ചോയോ? നീ ചത്തിട്ടുണ്ടായില്ലേ? ഇല്ല. സത്യം പറ ചത്തിട്ടില്ല. സത്യമായിട്ട് ദേ വേദനയുണ്ടോ? അങ്ങോട്ട് വേദനയില്ലേ? ഞാൻ ചത്തള്ള. ഒരിത്തിരി നേരം കൊണ്ട് വിഷമിച്ചു പോയിട്ടാ. പിന്നെ ആകെ പേടിച്ച് വഷളായി പോയി. ഇതിനകത്തൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ടങ്ങോട്ട് പാടാം. എന്നാ തല്ലി കൊല്ലും ഞാൻ. പാട്ട് പാടാൻ ഇവിടെ ഞാനുണ്ട്. അടുത്ത പോലീസുകാരങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നത് ഡാൻസാ. ഡാൻസാ? പിന്നെ അത് ഞാനിവിടെ പെർഫോം ചെയ്താലാ? അത് വേണോ സാറേ? പിന്നെ വേണം. പിന്നെ ഞാനത് കളിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് ജഡ്ജ്മെന്റ് ചെയ്യണം. വേണ്ട നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ഇവിടെ ആത്മാർത്ഥമായിട്ട് പറയും, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ മുഖത്ത് നോക്കി കൊഞ്ഞനെ കുത്തി കാണിക്കും. അത് നിങ്ങൾ വേണ്ട, പുറത്തുനിന്ന് ഒരാള് ജഡ്ജ്മെന്റ് ചെയ്യണം. ഞാൻ പറയാം, ഞാൻ ചെയ്യാന്നേ. കള്ളനാ ഇവനാ? ഇവൻ കള്ളനാണെങ്കിൽ സത്യസന്ധനാ. അതെ ഇവന്റെ പേരാ കുഞ്ഞുഞ്ഞെന്നുള്ളു. ജഡ്ജ്മെന്റിൽ ഇവൻ വലിയ കുഞ്ഞാ. നമ്മളെക്കാളും കൂടുതൽ ജഡ്ജിനെ കണ്ട ആളാ. ഇവന്റെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരിക്കുള്ളൂ. അത് ശരിയാ. എന്നാ ഇവൻ തന്നെ മതി. തുടങ്ങട്ടെ. നമ്മുടെ സൂപ്പർ ഡാൻസ് ജോണിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ഇനി അടുത്തതായി ഒരു റോക്കിംഗ് പെർഫോമൻസുമായി എത്തുകയാണ് നമ്മുടെ ഷിജു സാർ. സാർ വെൽക്കം. അതെന്താ തകർത്തോ? ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. കുഞ്ഞുഞ്ഞു സാർ അഭിപ്രായം പറയൂ. ഒന്നും പറയാനില്ല കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പറായിരുന്നു, തകർത്ത് ഗംഭീരായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതേപോലെ ഒരു സൂപ്പർ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും അതിൻ്റെ എക്സ്പ്രഷനൊക്കെ ഇട്ടില്ല. സൂപ്പറായിരുന്നു, അടിപൊളി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കണ്ണ് രണ്ട് പൊട്ടക്കണ്ണായിരിക്കണം. എന്നെ എവിടെ കരുതി കാണിക്കാൻ ഇങ്ങനെയാണോ ഡാൻസ് കളിക്കണേ? ഞാൻ മാറി നിന്നോട് മീശ പിടിച്ചാടി മോളാൻ. അല്ലേ നീ ഒരു സ്റ്റെപ്പ് കാണിച്ചല്ലേ? എങ്ങനെ ഇത് കാണുമ്പോഴല്ല പിടിച്ചാഴി കപ്പ മാതാൻ നിൽക്കണ മതി. ഓർമ്മ തന്നെ ഒറ്റടി കിണ്ണാടില്ല ബാബന്റെ പാട്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ റൗണ്ടിൽ വന്നത്. പക്ഷെ ഈ റൗണ്ടിൽ എന്നെ പുറത്താക്കിയില്ലേ ഈ ജഡ്ജി സാറിന്റെ ചീത്ത പറഞ്ഞു. എന്റെ പൊന്ന് സാർ, അവൻ ജഡ്ജി ഒന്നും അല്ല, കള്ളം കുഞ്ഞുകുഞ്ഞല്ല. വിഗ്രഹം എവിടെയാന്ന് ചോദിച്ചു. സത്യം പറ, നീ എവിടെ വിഗ്രഹം പൊട്ടിച്ചത്? സത്യം സത്യം പറടാ. സത്യം സത്യം പറയാ. എന്റെ പൊന്നു സാറേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാ സത്യം എന്ന് പറയണേ? സത്യം. എന്റെ സാറ് വിഗ്രഹം എവിടെയാന്ന് ചോദിച്ചു. സത്യം പറ, നീയല്ലേ വിഗ്രഹം പൊട്ടിച്ചത്? ഞാനൊന്നുമല്ല. നീ ഇന്നലെ അമ്പലപ്പറമ്പിൽ പോയിരുന്നില്ലേ? ഞാൻ ഇന്നലെ അമ്പലപ്പറമ്പിൽ പോയി. എന്തിനു പോയി? സാറിന്റെ കാര്യങ്ങളേക്കാൾ. എന്നിട്ട് എന്നെ കിടുക്കം പാട്ടടാവേ, സൂപ്പർ. സാറിന്റെ കണ്ട നിങ്ങൾക്കാർന്നില്ല എന്റെ പുജ്ഞം, നിങ്ങൾക്കാർന്നില്ല എന്റെ പുജ്ഞം. എന്നിട്ട് അടിപൊളി പാട്ടാണ്. അതെല്ലേ കുഞ്ഞുഞ്ഞെ, എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പോരാ സാറേ, പോരാ. എന്റെ പാട്ട് പോരാ, പാട്ട് ഭയങ്കര മോശമായി പോയി. പിന്നെ രണ്ടു പാട്ടൊക്കെ കുഴപ്പമില്ലായിരുന്നില്ല. പിന്നെ മറ്റേ മമ്മൂട്ടിയുടെ മാഞ്ചാലിലെ പാട്ട്, മാഞ്ഞാലിൽ അടിമാലി. എന്റെ സാറെ മായാവി ആ പാട്ട് ശരിയായില്ല. ആ പാട്ട് അങ്ങനെയാണോ പാടുന്നത്? തർക്കം വേണ്ട.
സാർ ഒരു 2 മണി മൂടിക്ക്. പാട്. ഞാൻ പാടി പഠിപ്പിച്ചു തന്നേക്കാരാ. ശബരിയിലേക്ക് പോയിട്ട് രാഗം പിടിച്ചതാ. പിടിക്കും സാറേ. ഞാനൊന്ന് പാടിക്കോട്ടെ മേഡം. സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല, കണ്ണീരൻ കൈലേസുമല്ല. ഓഹോ ശരിയല്ല, ഇങ്ങനെയാണ് അതിന്റെ ഹമ്മിങ്. അങ്ങനെയല്ല അങ്ങനെയല്ല. ഇങ്ങനെയാണ് അതിന്റെ ഹമ്മിങ്. അല്ല. പാട്, ഞാൻ പാടിത്തരാം. പാട്. ഓഹോ കണ്ടം പൂട്ടിയടിക്കാൻ കരിമ്പാറക്കാരങ്ങളുണ്ട്, വെള്ളം കോരി കോരി ഉള്ളം പിടക്കുന്ന മേലക്കിടാങ്ങളുണ്ട്. തകതക താത്തിനന്തക തെയ്താര, തകതിനന്തക തെയ്താര, താത്തിനന്തക തകതിനന്തക തകതിനന്തക തെയ്താര, താത്തിനന്തക തെയ്താര, തകതിനന്തക തെയ്താര, താത്തിനന്തക തകതിനന്തക തകതിനന്തക തെയ്താര. ഇങ്ങനെയാണ് ആ പാട്ട് പറഞ്ഞു. എന്താ സാർ ഇവന്റെ വിഗ്രഹം എവിടെയാന്ന് ചോദിക്കും. നീ പാട്ട് പാടി രക്ഷപ്പെടാൻ നോക്കണാടാ. പിന്നെ സത്യം പറ, നീ വിഗ്രഹം പൊട്ടിച്ചത് സാറേ. നീ അമ്പലപ്പറമ്പിൽ എന്തിനു പോയി? സാറേ, ഞാൻ ഇന്നലെ അമ്പലപ്പറമ്പിൽ വന്ന് സാറിന്റെ ഗാനമേള കണ്ടു. അടിപൊളി പാട്ട്. എന്നിട്ട് അമ്പലത്തിൽ സാറേ, ഞാൻ ഇന്നലെ അമ്പലത്തിൽ വന്നു. സാറിന്റെ ഗാനമേള കണ്ടു. അടിപൊളി പാട്ട്. എന്നിട്ട് ഞാൻ എന്നിട്ട് നിർത്തി പറയാം, എന്നാലും നിനക്ക് ശ്വാസം കിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. സാറേ, ഞാൻ ഇന്നലെ അമ്പലത്തിൽ വന്നു. സാറിന്റെ ഗാനമേള കേട്ടു. എന്നിട്ട് അടിപൊളി പാട്ട്. എന്നിട്ട് ഞാൻ അമ്പലത്തിൽ ചെന്ന് വിഗ്രഹം എടുത്തുകൊണ്ട് പതുക്കെ അങ്ങോട്ട് പോയി. കള്ളനാണെന്ന് സത്യേന്ദ്രനാ ആ പാവ വിഗ്രഹം കൊടുത്തിട്ട് പോയത്. സാറ് വിഗ്രഹം എവിടെ കൊണ്ടാ വെച്ചേക്കണം ചോദിക്കാം. ഇങ്ങോട്ട് മാറിക്കടാ. എന്നിട്ട് നീ ആ വിഗ്രഹം അവിടെ കൊണ്ടു വെച്ചടാ. സാറേ, വിഗ്രഹം ഞാൻ എടുത്തു. പക്ഷെ അത് എനിക്ക് അമ്പലത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കിടത്താൻ പറ്റിയില്ല. എന്തുപറ്റി? അത് നിങ്ങൾ തന്നെയാ കാരണം. ഞങ്ങളാ സാധാരണ പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി ആൾക്കാരെ എവിടെ ഇരിക്കണം. സ്റ്റേജിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ആണല്ലോ. ഈ വക മെനകിട്ട പരിപാടി അവിടെ നടത്തിയായിരുന്നേ ആൾക്കാരൊക്കെ അമ്പലത്തിന്റെ അകത്ത് കയറി കുത്തിരിക്കുക. പിന്നെ ഞാൻ ഈ വിഗ്രഹം കൊണ്ട് എങ്ങനെ പുറത്തെടുക്കും? ഈ വിഗ്രഹം കൊണ്ട് ഞാനിത് എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ വേണ്ടി വന്നപ്പോ സ്റ്റേജിന്റെ പുറകില് നിങ്ങളുടെ ഡ്രം ഇരിക്കണുണ്ട്. ഞാൻ വേഗം അത് തുറന്നു വെച്ചാൽ അതിന്റെ അകത്ത് അങ്ങോട്ട്. എടേ, ഈ ഡ്രം എന്ന് പറഞ്ഞ ഡ്രം സെറ്റ് ആണോ? ഡ്രം സെറ്റ് വെറുതെ അല്ല സാറേ, ആ സാധനത്തിന് ഇത്ര വെയിറ്റ്. എന്റെ തോളെല്ലാം ഒടിഞ്ഞെന്ന്. ഡ്രമ്മിന്റെ അകത്ത്, വിഗ്രഹത്തിന്റെ പുറത്ത്, സ്റ്റേഷനകത്ത്. ഈ സ്റ്റേഷന്റെ അകത്ത് ഞാൻ ഉണ്ടാവൂല. എന്നിട്ട് വേറെ പോലീസുകാരെ എന്നെ പിടിക്കാനല്ലേ? എന്റെ സാർ ഇതൊന്ന് നിർത്ത്. എന്തായാലും വിഗ്രഹം ഇവിടെ ഉണ്ട്, ആളിവിടെ ഉണ്ട്. ആ കമ്മറ്റിക്കാരെ വിളിച്ച് കാര്യം പറ. അത് ശരിയല്ല. ഇവരവിടെ മാറ്റി നിർത്തി ബിസി. ഹലോ, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ, കമ്മിറ്റിക്കാരനല്ലേ? പിന്നെ വിഗ്രഹം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിസാഹസികമായിട്ട് ഞങ്ങൾ കള്ളനെയും പിടിച്ച് വിഗ്രഹം കിട്ടി. അപ്പോൾ എത്രയും പെട്ടെന്ന് വന്നിട്ട് വിഗ്രഹം കൈപ്പറ്റിക്കൊണ്ട് വെക്കോ. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് സംസാരിക്കാം. ഓക്കെ 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 ഓക്കെ. പറഞ്ഞു ഇപ്പൊ ഉണ്ടായി. കഴിഞ്ഞ ആഴ്ചത്തെ ഞാൻ വായിച്ചതാ. ഞാൻ അടുത്ത ആഴ്ച വന്നത് മതി. ഫയലല്ലേ കമ്മിറ്റിക്കാരനാണ്. ബഹിരിക്ക് ഇവിടെ ഏതമ്പലത്തിലാ പ്രോഗ്രാം? ഞങ്ങൾ എപ്പോ വന്നോ? ഉച്ചക്ക് ഊണൊക്കെ ഉണ്ടാവും. അല്ല, നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രോഗ്രാം ചെയ്തില്ലേ? ആ അമ്പലത്തിലെ ആൾക്കാരാന്നാ പറഞ്ഞത്. ആ വിഗ്രഹം മോഷണം പോയില്ല. ഞാൻ വിചാരിച്ചു പരിപാടി പുതിയത് ബുക്ക് ചെയ്യാൻ കമ്മിറ്റിക്കാരനായിരിക്കും. പിന്നെ മനസ്സിലാ മേഡം, ആ വിഗ്രഹം കൊടുത്തു കൊടുത്തേ. കമ്മിറ്റിക്കാരോ വിഗ്രഹമൊക്കെ സൂക്ഷിക്കട്ടെ. അതൊക്കെ വല്ല കള്ളന്മാരും കൊണ്ടുപോകൂലേ? കൊടുത്തേക്ക്. സന്തോഷമായില്ലേ? ഇപ്പുറത്തുള്ള ദേവിയാണ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ശരി ശരി ഓക്കെ ഓക്കെ. പിന്നെ ഒന്ന് കിട്ടുമോ? നിങ്ങൾ അതിസാഹസികമായിട്ട് ഗറില്ല യുദ്ധമുറയൊക്കെ നടത്തിയിട്ടാണ് ഈ മല്ലനെ പിടിച്ചത്, വിഗ്രഹം കിട്ടിയത്. അപ്പൊ ഒരു പാല് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണമല്ലോ. അപ്പൊ അടുത്ത വർഷത്തെ പ്രോഗ്രാമും ഞങ്ങൾക്ക് തന്നെ തരണമെങ്കിൽ ഏത് ഈ വർഷത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് തന്നുകൊണ്ടാ ദേവിയെ കാണായത്. അടുത്ത വർഷം നിങ്ങൾക്ക് പ്രോഗ്രാം തന്നപ്പോൾ അമ്പലം പോലും കാണത്തില്ല. ഞങ്ങൾ വല്ല
ഡാൻസ് വല്ലതും പറ്റില്ല എന്റെ പൊന്നു. ഡാൻസ് നോക്കാൻ അവർ പറയണത് ഈസി എന്താ സാറേ? ഒരു കാര്യം ചെയ്താലാ നമുക്ക് ഈ വർഷം പാട്ട് പരിപാടി അങ്ങോട്ട് മാറ്റിയിട്ട് ഡാൻസിലേക്ക് അങ്ങോട്ട് പിടിച്ചാലാ? ആര് ഡാൻസ് കളിക്കും? ഞാൻ ഡാൻസ് കളിക്കും. അയ്യേ. അയ്യോന്നോ? അയ്യോന്നോ? ഞാൻ പിന്നെ ഞാൻ ഹീരേ. അടിപൊളി, പൊളിച്ച് മൊത്തത്തിൽ അങ്ങോട്ട് എന്താണ് ഒരു പോലീസ് സ്റ്റേഷൻ അങ്ങോട്ട് ഇളക്കി മറിച്ച് എന്തൊക്കെയായിരുന്നു അല്ലേ? മൊത്തത്തിലൊരു പുകയായിരുന്നു. പക്ഷെ ചിരി നിർത്താൻ ഞങ്ങൾക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. നെൽസേട്ടാ അടിപൊളി സ്കിറ്റായിരുന്നു. നമുക്ക് ഇത് വിശ്രമിക്കാൻ സമയം തന്നില്ല. വളരെ നന്നായിട്ട് എല്ലാവരും എടുത്തെടുത്ത് പറയണ നമ്മുടെ ബൈജു തകർത്താടുകയായിരുന്നു. നല്ല സ്കിറ്റ്, അടിപൊളി സ്കിറ്റ്, സൂപ്പർ. ചേട്ടാ എന്റെ പൊന്നടവേ തകർത്തു, പൊളിച്ചടുക്കി. നെൽസൺ പറഞ്ഞ പോലെ ബൈജു നിന്ന് കത്തുകയായിരുന്നു. സ്റ്റാറാ കത്തിക്കാൻ പോവാ. നിന്ന് കത്തുകയായിരുന്നു. ഇങ്ങനെ ഒരു സാധനം വെച്ചല്ലോ. അടിപൊളി. എല്ലാവരും മൊത്തത്തിൽ എല്ലാവരും നല്ലതായിട്ട് ചെയ്തു. പ്രേക്ഷകരൊക്കെ നല്ലപോലെ ചിരിച്ചു. ഓഡിയൻസ് നല്ലതായിട്ട് ചിരിച്ചു. എൻജോയ് ചെയ്തു. പിന്നെ പ്രദീപ് വന്നപ്പോഴത്തേക്കും കളറൊക്കെ മാറി. പ്രദീപിന്റെ വേറൊരു സ്റ്റൈലാണല്ലോ. നല്ല റിഹേഴ്സൽ എടുത്ത് നല്ല അതെ 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 കഷ്ടപ്പെട്ട് പഠിച്ചു തന്നെയാണ് അവർ അതിന്റെ ഒരു ചെയ്തത്. അതിന്റെ ഒരു ഗുണം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ വിഷ്ണുപ്രിയ സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. വിഷ്ണുപ്രിയയും എല്ലാവരും അതിനകത്ത് ആരും മോശമായിട്ട് വന്നില്ല. എല്ലാവരും നിങ്ങൾ ഉദ്ദേശിച്ചതിന് മേളിൽ എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റി. ഓക്കെ. അതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നത് 4 സ്റ്റാർ ഇപ്പൊ അല്ല 5 സ്റ്റാർ കിട്ടേണ്ടത് 4 സ്റ്റാർ പറഞ്ഞു കേട്ടോ. സ്പോട്ട് പോലെ നമുക്ക് തോന്നും. അതെ, അതെ. അതുപോലുള്ള സംഭവങ്ങൾ 5 സ്റ്റാർ പോയി. ഉള്ള 5 സ്റ്റാർ പോയെന്ന്. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള രസമുള്ള സംഭവങ്ങൾ അതുമായിട്ട് പ്ലഗ് ചെയ്തത് നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. ഇനി ബൈജു കുട്ടൻചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ അടുത്ത സിനിമ സിനിമ റിലീസ് ആവാൻ പോവാണ്. റിലീസാവും. നിലമ്പൂരിന്റെ കൂട്ടായ്മയിൽ ഷെബീറിയാനെ സംവിധാനം ചെയ്യുന്ന പ്രശ്നപരിഹാരശാല എന്നാണ് അതിന്റെ പടത്തിന്റെ പേര്. ജോത്സനാണോ? അല്ലല്ല അല്ല, പ്രശ്നപരിഹാരശാല ജോത്സനായിട്ട് കുറെ വേഷം ചെയ്തിട്ടുണ്ടേ. അതുകൊണ്ട് അതല്ല, ഇത് ഋഷി മാമങ്കരയുടെ കഥ, പിന്നെ ദിലീപ് കോട്ടയാണ് അതിന്റെ കഥ തിരക്കഥയൊക്കെ എഴുതിയാക്കണം. അപ്പൊ നല്ലൊരു വേഷം ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം. തീർച്ചയായും തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന ഉറപ്പായിട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. എന്നാ പിന്നെ വിശേഷം പറഞ്ഞോണ്ട് നിന്നാ മതിയോ? സ്റ്റാർ മേടിക്കണ്ടേ? നിങ്ങളുടെ 5 സ്റ്റാർ 4 ആയോ എന്നുള്ള അറിയണ്ടേ? അപ്പൊ ഓഡിയൻസ് എന്ത് പറയുന്നത് നമുക്ക് ചോദിക്കാം. എത്ര സ്റ്റാർസ് ആണ് ഇന്നത്തെ ഇവരുടെ പെർഫോമൻസിന്? 4, 5, 4, 5, 4. മെജോറിറ്റി ഈസ് 4. എന്നാലും ഒരുപാട് 5 ഉണ്ടായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക്. എന്നാലും ചെറിയൊരു വ്യത്യാസത്തിൽ നമ്മൾ 4 സ്റ്റാറിൽ ഫിക്സ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ ഇവരുടെ ഈ തകർപ്പൻ പെർഫോമൻസിന് നമ്മുടെ ഓഡിയൻസ് കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉല്ലാസ് ചേട്ടനി നെൽസൺ ചേട്ടനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ടൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വേദിയിലേക്ക് എത്തുന്നു ശ്യാം ചക്കുവള്ളി. ശരി, അപ്പൊ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ്? ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു വോയിസ് ഇപ്പം ചെയ്യുകയാണ്. അതിനുശേഷം 1-2 മിമിക്രി വേറെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് അപ്പൊ വഴിയെ പറയാം. നമുക്ക് തുടങ്ങാം. ശരി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏതാ ജാതി എന്നുള്ള കാര്യം ഇന്ന് തന്നെ ഞാൻ പോയി സംഘടന എടുത്ത് സംസാരിച്ചിട്ട് വൈകിട്ട് തന്നെ എല്ലാ കേരളം മൊത്തം അറിയിക്കും ഏതാ ഈ ജാതി എന്നുള്ളത്. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടുത്തത് പോരട്ടെ, എന്താണ് അടുത്ത ഈ വിനായകൻ ചേട്ടന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, വിനായകൻ. കൃഷ്ണ, ഞാനാടാ ഗംഗാടാ, വെറുതെ വിളിച്ച ഒരു പണി പാലിയാല് തോന്നണ്ടാ. ഞാൻ കൃഷ്ണയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവനോടം പൊക്കോണം കേട്ടാ. യെസ്, അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്തു. ഭയങ്കര എക്സൈറ്റ്മെന്റും ഹൈപ്പും ഒന്നും കൊടുക്കാണ്ട്, പക്ഷെ ഭയങ്കര നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. വെരി ഗുഡ്. അടുത്തയായി ലാൽ ജോസിന്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. സംവിധായകൻ ലാൽ ജോസിന്റെ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു
എൻ്റെ സിനിമയിൽ നെൽസനെ വെച്ചൊരു പടം എടുക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ അത് ഒരുവിധം നടന്ന് എന്നുള്ളതാണ്. നെൽസൺ ചേട്ടനൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയതും നെൽസന് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയതും ആ ഒരു സിനിമയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എൻ്റെ ആഗ്രഹം നമ്മുടെ ഇവിടുത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഈ വേദിയിലിരിക്കുന്ന ഉല്ലാസ് പന്തളം ചേട്ടനെ വെച്ച് എനിക്കൊരു സിനിമ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ നായികയായിട്ട് ചേച്ചിയെ ടെലികാസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്തതായി ദുൽഖറിന്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ദുൽഖർ സൽമാൻ. അതേടാ, നിങ്ങൾ തെരുവെട്ടിയ കുടുംബങ്ങളില്ല, പക്ഷെ തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റക്കെട്ട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി, അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നതേ കമ്മട്ടിപ്പാടത്തിന്റെ ചതിപ്പില. അത് കെട്ടിയിരിക്കുന്ന സിമെന്റ് കല്ലും കൊണ്ടൊന്നുമല്ലടാ, ഒന്നാം തരം കട്ട പിടിച്ച ചോര കൊണ്ട. എങ്ങനെയൊക്കെ ചോരയുടെ വിളി കേക്കടാ. അടുത്തതായി ഒരു കാലത്ത് ആക്ഷൻ ഹീറോ ആയിട്ട് വന്ന് ജനങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്ന ജയൻ സാറിന്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. പെമ്പിള്ള റോഡിൽ കൂടെ നടക്കാൻ നീ സമ്മതിക്കില്ലല്ലേ? എടാ, നീയാണ് ഈ കലബലാദി ഷാജി അല്ലേ? ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ. ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. അസലായിട്ട് പാടി, അസാധ്യമായിട്ട് പാടി. ആൻഡ് പെർഫോമൻസ് നേരത്തെ ഇമിറ്റേറ്റ് ചെയ്തതും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ദ ഓൺലി തിങ് ആകെ ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് ശരിയാവോ പനി ഉണ്ടായിരുന്നു. നല്ല കുറച്ച് ദിവസം കൊണ്ട് പനിയുണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഒരു ജ്യേഷ്ഠൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ് ഇന്ന് തന്നെ പ്രോഗ്രാമിന് വരണം. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ച് ഇന്ന് രാവിലെ കയറി വരുമായിരുന്നു. പക്ഷെ പനിയോടൊക്കെ പോവാൻ പറ, നിങ്ങൾ അസലായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഒന്ന് പറയൂ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. അത് എൻ്റെ നാട്ടുകാരനാണ് ആള്. അതായത് ചക്കുവള്ളി ശൂരനാട്. ഒരു വ്യത്യാസമില്ല, പോരുവഴി ചക്കുവള്ളി. ഇദ്ദേഹത്തിന്റെ ചിറ്റപ്പനെയൊക്കെ നമുക്ക് നേരത്തെ പണ്ട് ഞങ്ങളൊക്കെ കുഞ്ഞാളിലെ നല്ല പാട്ടുകാരനാണ്. ഗംഗൻ എന്നാ പറയുക പുള്ളിയുടെ. ഗംഗൻ ചേട്ടൻ്റെ കൂടെ ഒക്കെ നമ്മുടെ ജ്യേഷ്ഠന്മാരൊക്കെ പാടാൻ പോയിട്ടുണ്ട്. അപ്പോൾ കലാ കുടുംബത്തിൽപ്പെട്ടൊരു കക്ഷിയാണ് അദ്ദേഹം. പിന്നെ ഇപ്പം ഓട്ടോ ഓടിക്കുക, ചക്കുവള്ളി സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുകയാണ്. എന്തായാലും അടിച്ചു പൊളിച്ചു, തകർത്തു. നമ്മുടെ നാടിന് ഒരു കുഴപ്പവും വരുത്തിയില്ല. അത്രേ അറിഞ്ഞാണ്. ചക്കുവള്ളി എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. ആ ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയാണ് അദ്ദേഹം പ്രതിഫലിക്കുന്നതാണ്. അതെ അതെ അതെ. ആ നാടൻ ഇപ്പൊ ഓരോ കാര്യങ്ങൾ പറയുമ്പോ തന്നെ നാട്ടുഭാഷയാണ് ശ്രദ്ധിച്ചു. നാട്ടുഭാഷയാണ് ഉപയോഗിച്ചത്. ഇദ്ദേഹം ഒരു സ്റ്റാറിന്റെ പേര് പറഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ശരിയാവോ, പക്ഷെ അതെല്ലാം കറക്റ്റ് ആണ്, സംഭവം കറക്റ്റ് ആണ്. ഓൺലി തിങ് ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഒരു ഇച്ചിരി കൂട്ടിയാൽ മതി. നിങ്ങൾ അടിപൊളിയാണ്, സൂപ്പർ. ഇനി നല്ല രീതിയിൽ ഒരു പനിയല്ലേ അതിപ്പോ മാറും. നല്ലപോലെ പെർഫോമൻസ് ചെയ്ത് വരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും സാധിക്കട്ടെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അടിപൊളി പുതുമയുള്ള പെർഫോമൻസുമായിട്ട് ഇനിയും വരാം. താങ്ക് യു സോ മച്ച്. ഹലോ ഹലോ, എന്താണ്? ആരാണ്? ഞാന് ഒരു മോഡേൺ ആർട്ടൊക്കെ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. മോഡേൺ ആർട്ട് വരയ്ക്കുന്നതാണ് അല്ലേ? നിങ്ങളെ കാണുമ്പോ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ ചോദിക്കണോന്ന് പറഞ്ഞ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിരുന്നതാണ്. ആണോ? അതായത് നിങ്ങൾ ഈ മോഡേൺ ആർട്ട് ഇങ്ങനെ
വരയ്ക്കുമല്ലോ. വരച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ താഴെ ഒരു പേര് എഴുതി വെക്കും, ഒരു പെണ്ണ് ഇല്ലയോ? തൂലികാനാമം എഴുതി വെക്കും. അതെന്തിനാണ് അങ്ങനെ എഴുതുന്നത്? അത് അങ്ങനെ എഴുതി വെക്കണം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മോഡേൺ ആർട്ടിന്റെ തലയും വാലൊക്കെ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമോ? അതിനകത്ത് നോക്കി എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ല. അത് മനസ്സിലാകാൻ വേണ്ടി ഈ അടിയിൽ എഴുതുവാണെങ്കിൽ ഇത് അടിവശം ഇത് മേളുവശം ആണെന്ന് മനസ്സിലാക്കാം. അതെങ്കിലും മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എഴുതി വെക്കുന്നത്. എങ്ങനെ ഈ ഫീൽഡിലോട്ട് വന്നത്? ഞാൻ ഈ കടപ്പുറത്ത് പോയി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് കോവളം ഭാഗത്ത്. അതെന്താണ് അങ്ങനെ ഒരു താല്പര്യം തോന്നുന്നത്? അങ്ങനെ ഒരു താല്പര്യം. അപ്പൊ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞാൻ നോട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ ഈ നടക്കില്ല കേട്ടോ പൊക്കോളം പറഞ്ഞിങ്ങനെ തത്തിച്ച് വിടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന കലാകാരൻ പുറത്തു വന്നു. അപ്പോൾ ഞാൻ ഈ മദാമ്മമാരെ കണ്ട് പടം വരയ്ക്കണ ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ ചുമ്മാ നോക്കി നിൽക്കുക എന്നുള്ള പരാതിയും തീരും, നമുക്ക് എപ്പോഴും നോക്കി ആസ്വദിക്കുകയും ചെയ്യാം. അപ്പം ഞാനങ്ങനെ ഇവരെ നോക്കി വെച്ച് ഇങ്ങനെ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ മദാമ്മമാരെ നോക്കിയിട്ട് കിട്ടിയില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ നിന്ന് സൂര്യനെ വരച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ തണ്ണിയാണ്. അല്ല സണ്ണിയല്ല, പിന്നെ ഫുൾ ടൈം തണ്ണിയാന്ന്. പുള്ളി വന്നിട്ട് എന്നോട് ചോദിക്കുക, നീ ഇങ്ങനെ ഇവിടെ നിന്ന് പടവും വരച്ചോണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യം ആരും നോക്കൂടാന്ന് പറഞ്ഞുകൊണ്ട് ഈ വെള്ളത്തിലെ ചെളിയിൽ കൈ മുക്കിട്ട് 3-4 കൈപ്പത്തി വരകളങ്ങ് വെച്ചു. ഞാൻ ഈ പടം പൊളിഞ്ഞല്ലോ ദൈവമേ എന്ത് ചെയ്യുന്നു പറഞ്ഞ് നോക്കിക്കുന്ന സമയത്ത് ഒരു മദാമ വണ്ടർസ്റ്റിക് വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ഈ പടം പറയണ പൈസക്ക് ഇത് കൂടുതൽ പൈസ തരുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് മേടിച്ചിട്ടുണ്ട്. അവർക്കത് ചോദിച്ചു, ഈ ഓസോൺ പാളി തുറന്നിട്ട് അൾട്രാവയലറ്റ് ഇങ്ങോട്ട് വരുന്നത് കാട്ടാളാന്ന് പറഞ്ഞ തടുക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ കയ്യാന്നും പറഞ്ഞിട്ട് ഈ സാധനം വിചാരിക്കാത്ത വേറെ എന്താണ് ജോലിയുള്ളത്? വേറെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ജോലി അല്ലായിരുന്നു, പിന്നെ എനിക്ക് വേറൊരു ജോലിയായിരുന്നു നേരത്തെ. എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ച് ആ വിഷമം താങ്ങാനാവാതെ ഞാൻ ഈ മോഡേൺ ആർട്ടിലേക്ക് തിരിയുമായിരുന്നു. അല്ല എന്താ പറഞ്ഞു വിടാൻ കാര്യം എന്താണ്? ഒരു പെണ്ണിനെ കയറി പിടിച്ചില്ല എന്നും പറഞ്ഞിട്ട് എന്നെ അവിടെ പറഞ്ഞു. അയ്യോ അതെന്താണ് അത്? ഏർപ്പാടത് നമ്മൾ പെണ്ണുങ്ങളുടെ കൈ കയറി പിടിക്കുമ്പോഴല്ലേ വിഷയം ഉണ്ടാവുകയും ചെയ്തു. ഇതിപ്പോ പിടിച്ചില്ലെന്ന് പറഞ്ഞ ആരാണ് പറഞ്ഞു വിട്ടത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും പിടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു. അല്ല എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? എവിടെയായിരുന്നു ജോലി? ഞാൻ ഈ സർക്കസ് കമ്പനിയിലെ പെണ്ണുങ്ങളിങ്ങനെ ആടി വരുമ്പോ കയറി പിടിക്കേണ്ടതായിരുന്നു. വാട്സപ്പ് നോക്കിയിരിക്കണമായിരുന്നു. പെണ്ണ് 3 മലക്കം പറഞ്ഞ് നെറ്റയിൽ വീണിട്ട് പൊങ്ങി വന്നിട്ട് പിന്നെ ഞാനവിടെ നിൽക്കാൻ കൊള്ളാമോ? നിൽക്കാൻ പാടില്ല എന്നുള്ളതല്ല, എന്നെ നിർത്തിയില്ല. ഫോൺ അടിക്കുന്നല്ലോ. ഫോൺ ഞാൻ പിന്നെ തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എന്റെ ശിഷ്യനാ ഇവനെ പുകഴ്ത്തി പറയുന്ന കരുതരുത്. ഞാൻ ഒരു സാധനം ഞാൻ നല്ല ഏതൊരു ടീം ഒരു പ്രാവശ്യം ഒരു സാധനം പറഞ്ഞു അവൻ അപ്പം തന്നെ ഒപ്പിയെടുക്കും സ്പോഞ്ച് പോലെ. അത്രക്ക് അറിവ് അവന്. ഹലോ പെയിന്റ് കടയിലാന്നോ? മതിടാ മതി 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 നിർത്ത്. ഇനി നീ എൻ്റെ കൂടെ പണിക്ക് നിൽക്കണ്ട. നീ വേണ്ട 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 നിർത്ത്. അയ്യോ അതെന്താ? അവന് ഒരു പ്രാവശ്യം പറഞ്ഞ ഒപ്പിയെടുക്കുന്ന ആളാണ് പണിക്ക് നിർത്താതെ പറഞ്ഞു വിടുന്നത് എന്താ? ഈ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പറഞ്ഞു വിടുന്നു. എന്താ കാര്യം? സംഭവം കാര്യം അറിയാം. 15 വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കണമെന്ന് ചോദിക്കുക. റെഡ് ഓക്സൈഡ് ഏത് കളർ എടുക്കണമെന്ന്. ഏത് കളർ എടുക്കണം? ഞാൻ അവനെ പേരിൽ റെഡ് ഓക്സൈഡ് എന്നുള്ള പേരിൽ തന്നെ ഇല്ല. അതാ പറ ഏത് കളറാന്ന് പറ. വയലറ്റ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഇനി അവനെ നിർത്തിയേക്കണോ എന്റെ കൂടെ? ശരിയാ ഞാൻ പറഞ്ഞു കൊടുക്കും. അവൻ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടെ. പണ്ടത്തെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഗുരുക്കന്മാരോടൊരു ഭയഭക്തി ബഹുമാനം ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം ഞാൻ അവനെ കട്ട് ചെയ്ത് പറഞ്ഞു വിട്ടു. അവൻ തിരിച്ചു വരും, അത് വേറെ കാര്യം. ഭയഭക്തി ബഹുമാനത്തിന്റെ കാര്യത്തില് അപ്പൊ ഇതുപോലൊരു ചെറുപ്പക്കാരൻ ഇനി കിട്ടാനില്ല. പിന്നെ അവനിപ്പോ ഇങ്ങനെ നടന്നങ്ങ് പോകുമ്പോ നമ്മുടെ കാലിട്ട് തട്ടിക്കഴിഞ്ഞാൽ അവൻ അപ്പം വന്നിട്ട് തൊട്ടു തൊഴും. ഒരുവൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പള്ളിപ്പെരുന്നാളെ കഴിഞ്ഞ് വരുവാ, കഴുത്തിൽ ഇങ്ങനെ തോർത്തൊക്കെ ഇട്ടേ ശങ്കറിട്ട് നടക്കാൻ നടന്നു സമയത്ത് ഈ ലൈൻ പൊട്ടി കിടക്കായിരുന്നു. ഈ ലൈനേലും ഇവന്റെ കാലങ്ങ് തട്ടി ഷൂസ് ഇട്ടൊക്കെ അവൻ രക്ഷപ്പെട്ടങ്ങ് പോയാൽ മതി. അവൻ തിരിച്ചു വന്ന് ഭയഭക്തി ബഹുമാനം കണ്ടത് ഇങ്ങനെ ഒരു കാണിക്കല് ഇങ്ങനെ വരെ കാണിച്ചുള്ളൂ. ഭൂം ഒച്ചയായിട്ട് ഞാൻ ഓടി വരണ നോക്കുമ്പോ എന്താ ഒരു നീഗ്രോ നിന്ന് ഞാറ് നടുന്ന പോലെ. ഞാൻ പിന്നെ അവരെ പൾസ് പിടിച്ച് നോക്കിയപ്പോ ചെറിയൊരു അനക്കമുണ്ട്. ഞാൻ അങ്ങനെ തന്നെ ആശുപത്രി കൊണ്ടുപോയി. ഗ്രിൽഡ് ചിക്കൻ ആണോ എന്ന് ആദ്യം എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എന്റെ ശിഷ്യനാ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ രക്ഷയെടുത്ത് വിടുന്ന അവനെ എന്നോട് ചോദിക്കുക റെഡ് ഓക്സൈഡിന്റെ കളർ എന്നാണ്.
എന്നോട് ചോദിക്കാവുന്ന ചോദ്യമാണോ? അവൻ അപ്പ പറഞ്ഞു വിടണം. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വിട്ടു. നിങ്ങളുടെ കൈ വിറയ്ക്കുന്നുണ്ടല്ലോ. അതെ, കൈ വിറയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് ഈ മരുന്ന് വെള്ളം കുടിക്കണ ഒരു പരിപാടി ഉണ്ട്. ഈ നമ്മൾ ആവശ്യമില്ലാതെ ഈ രാവിലെ ഒക്കെ ഓവർഡോസ് നമ്മുടെ ഈ ചുമയുടെ മരുന്ന് ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഷിവറിങ് ഉണ്ടാവും, പിന്നെ ഈ ഉറക്കം വരുമൊക്കെ ചെയ്യും. ഉറക്കമൊക്കെ വരും. അയ്യോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിറപ്പ് അങ്ങനത്തെ സാധനങ്ങളല്ല, പിന്നെ മരുന്ന് വെള്ളം എന്ന് ഉദ്ദേശിച്ച് ഞാനിത് കൈ നല്ല വിറയലുണ്ട് കേട്ടോ. ഇതിപ്പോ ഈ കൈ വരയ്ക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കൈ വിറക്കണമെന്ന് വെച്ചാൽ ഒരു കൈയാ വിറക്കണുള്ളൂ. 2 കൈ വിറക്കി പറഞ്ഞ് ചെറിയ ഗുണമുണ്ടായിരുന്നു. എങ്ങനെ? എല്ലാ കച്ചേരിക്കും മൃദംഗങ്ങളും വായിക്കാം. ഒരു കൈയാ വിറക്കണോണ്ടേ അതങ്ങ് കറക്റ്റ് ആവണില്ല. അപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താ? ഇവിടെ അതെന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് കലാകാരന്മാർ വന്ന് പോണ ഫ്ലോറാന്ന് പറഞ്ഞു. കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ദുർബല മനസ്സിനുള്ള ഉടമകളല്ലേ. ഇവിടെ നിങ്ങൾ ഇവിടെ ഒരു ഒച്ച അറിഞ്ഞിട്ട് ഒരു ഒച്ച കേട്ടായിരുന്നു, ഒരു വണ്ടി ബ്രേക്ക് ഷൂട്ടായിട്ട് ശ്രദ്ധിച്ചില്ല. എന്താ സംഭവം? ഒന്നും കേട്ടില്ല. ഞാൻ സോഡാ നാരങ്ങ വെള്ളം കുടിച്ചോണ്ട് നിൽക്കുമായിരുന്നു എന്റെ ചെങ്ങാതി. ഞാൻ നോക്കുമ്പോ ഒരു പോത്തിനെ ഒരു ടിപ്പർ വന്ന് ഒറ്റയിടി ചങ്ക തകർന്നു പോയി. എനിക്ക് മിണ്ടാപ്രാണിയല്ലേ, ചോര ഒഴുകണ്. ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു താങ്ങ് പിടിക്കണ്ടേ? ആരും പിടിക്കണം, എല്ലാരും ബൈക്കിൽ വന്നിട്ട് ഓൺ അടിച്ചിട്ട് പോകും. മനുഷ്യൻ വീണ് കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ പോത്ത് വീണ് കഴിഞ്ഞത് ഇവന്റെയൊക്കെ മനസ്സ് കരിങ്കല്ലാണ്. അതാണ്. എന്നിട്ട് ഇപ്പൊ എന്താണ് സംഭവിച്ചത്? എന്താണ്? എന്നിട്ട് ലാസ്റ്റ് ഇറച്ചി വെട്ടുകാരൻ വന്നിട്ട് തൊടയെന്ന് 2 കിലോയും പിന്നെ ഞാൻ പതിരും 1 കിലോ മേടിച്ച് വീട്ടിലേക്ക് പോവുക. ഇപ്പൊ ചെല്ലുവാണെങ്കിൽ ഒരു പൂളർത്തി കിട്ടും. ഞാൻ പോട്ടെ. അയ്യോ, നാക്ക് മേടിക്കാൻ മറന്നുപോയി. ഞാൻ വേഗം ചെന്നില്ല, നാക്കും കൊണ്ട് ആരെങ്കിലും പോകും. അയ്യോ, അതെ, നല്ല മനസ്സിലായി. ആ കണ്ണൂടെ വേണേ കിട്ടുമെങ്കിൽ മേടിച്ചോ. കണ്ണ്. മറവി. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചിരിയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അടുത്ത എപ്പിസോഡിൽ. ബൈ.